എന്താണ് പരിപാടി? തുണി പാക്ക് ചെയ്യണ്ടേ മൃദുലേ? അപ്പൊ ഗൈസ് സമയം ഇപ്പൊ എന്തേ? ഉയ്യോ 8:30 ആയി കേട്ടോ. ഇന്നത്തെ ദിവസം എന്ത് ചെയ്തെന്ന് ചോദിച്ചാ, ഇന്ന് ഒന്നിനും ഈ ഇരിക്കുന്ന കുരിപ്പ് നമ്മളെ സമ്മതിച്ചില്ല. അതെ, മൃദുലയ്ക്ക് ഇന്ന് റെസ്റ്റ് ഇല്ലായിരുന്നു. കാരണം ഇവൻ ഇന്ന് നിർബന്ധം അറിയുമോ, ഞാനും കൂടെ കിടക്കണം. ഇവന്റെ കൂടെ ഇവൻ ഉറങ്ങണമെങ്കിൽ ആ, അതായത് രണ്ടുപേരും അപ്പുറം കിടക്കണം ഇവന് ഉറങ്ങാൻ വേണ്ടിട്ട്. അങ്ങനെ ഇല്ലെങ്കിൽ എണീക്കും. അങ്ങനെ ഇന്ന് എനിക്ക് എഡിറ്റിംഗ് വർക്ക് ഉണ്ടായിരുന്നു, ഞാൻ പോവാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഇവന്റെ കൂടെ കിടത്തി അവനെ ഒന്ന് മയങ്ങിയപ്പോ ഞാൻ മാറി. ഉണന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വന്ന് അങ്ങോട്ട് നോക്കുവായിരുന്നു. പിന്നെ ഞാൻ കൊണ്ടുവരുന്നത് എന്താണേലും ഞാൻ പിന്നെ അമ്മ ഇന്ന് രാവിലെ തന്നെ നേരെ തെമ്മലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് ക്ലീനിങ്. പിന്നെ അത് മാത്രമല്ല, അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു ബോംബെ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം അച്ഛൻ നമ്മളെ ബിച്ചോണന്റെ കൂടെ അവിടെ ഹോട്ടലിലൊക്കെ കുറെ നാൾ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? അവിടെ പോയി അണ്ണനെ സഹായിക്കാൻ കുറച്ച് ആളോട് ഉണ്ടായിരുന്നു. അപ്പൊ അന്നേ പറയായിരുന്നു അമ്മയെ അവിടെ കൊണ്ടുപോകണം, ബിച്ചോണ്ണൻ പുതിയ ഫ്ലാറ്റ് വാങ്ങിക്കുമെന്ന് അറിയായിരുന്നല്ലോ. അവിടെ അച്ഛന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ അമ്മ അച്ഛൻ്റെ അടുത്ത് പറയാൻ വേണ്ടി രാവിലെ പോയിട്ട്. അതെ, അങ്ങനെ അച്ഛൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് അവിടെ ക്ലീൻ ഒക്കെ ചെയ്തിട്ട് അമ്മ വന്ന്. ആദ്യം ക്ലീൻ ചെയ്യണം, വീടിങ്ങനെ മുടിഞ്ഞു വരെ ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. ഇന്ന് കുറച്ച് ക്ലീനിങ്ങും കുറച്ച് കഴിവൊക്കെ കഴിഞ്ഞ് എന്നിട്ട് വേണം പാക്കിങ് തുടങ്ങാൻ. എന്തായാലും ജോലികൾ കിടക്കുമല്ലേ, ഒരു 5 മിനിറ്റ് ഞാൻ പോയി. അല്ല, ഫേസ് ഒക്കെ ഒന്ന് കഴുകിയാലും ഒരു ഉന്മേഷം കാണത്തുള്ളൂ, ബാക്കി ജോലി ചെയ്യണ്ടേ. ഹലോ, കുറെ നാളായി ഒരു ലോങ് ട്രിപ്പ് ഒക്കെ പോയിട്ട്. ഇന്ന് ഞങ്ങൾ മുംബൈയിൽ പോകാൻ വേണ്ടി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി പോവാട്ടോ. എത്ര നാളത്തെ ട്രിപ്പ് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, പറ്റുന്ന പോലെ. ഓക്കെ, അപ്പൊ ഈ ഫ്രീക്വന്റ് ആയിട്ടുള്ള ട്രാവലിന്റെ ഇടയിൽ നമ്മുടെ ഈ അൺഎക്സ്പെക്ടഡ് പിമ്പിൾ വരുമെന്ന് കേട്ടിട്ടില്ലേ? അത് സത്യമാട്ടോ. അതൊന്നിന് പുറകെ ഇങ്ങനെ ഒന്നായിട്ട് വന്നോണ്ടിരിക്കും. അതുപോലെ ഈ ട്രാവലിന്റെ ഇടയിൽ കറക്റ്റ് ഒരു സ്കിൻ കെയറിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആട്ടോ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഇത് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മുടെ ഹിമാലയ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ്. അതും ഇപ്പൊ ന്യൂ ബെസ്റ്റ് എവർ ഫോർമുലയിൽ. നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്കിപ്പ് ചെയ്യുന്ന ഇഷ്ടമാണല്ലേ? അപ്പൊ പിന്നെ പിമ്പിൾസിനെ സ്കിപ്പ് ചെയ്താലോ നമ്മുടെ ഹിമാലയ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് ഉപയോഗിച്ച്. നമ്മുടെ ഈ ഫേസ് വാഷ് ക്ലിനിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വെറും 5 ദിവസം കൊണ്ട് നമ്മുടെ പിമ്പിൾസിനെ റിഡ്യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ പിമ്പിൾസ് തിരിച്ചു വരുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നു ക്ലിനിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി പിമ്പിൾസിന്റെ സ്ട്രെസ്സിന് വേണ്ട കേട്ടോ. ഇത്രയൊക്കെ ഗുണങ്ങളുണ്ടെങ്കിൽ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഇത് വെറും നീമോ ഉണ്ടല്ല കേട്ടോ, നീമിന്റെ 5 പവർഫുൾ പാർട്സ് ഉപയോഗിച്ചിട്ടാണ് മേഡ് ചെയ്തേക്കുന്നത്. യങ് ലീവ്സ്, മെച്ചുവർ ലീവ്സ്, സ്റ്റെം, ഫ്രൂട്ട്, ഫ്ലവർ. അപ്പൊ ഇതെല്ലാം കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ പിമ്പിൾസിനെ റിഡ്യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത് സോപ്പ് ഫ്രീ ആണ്, അതുപോലെ തന്നെ സ്കിൻ ഫ്രണ്ട്ലി pH ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്കിന്നിനെ ഒട്ടും തന്നെ ഡ്രൈ ആക്കുന്നില്ല. നമുക്കൊരു ക്ലീനും ഫ്രഷും ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കിൻ കിട്ടുന്നു. ഇനി ഫേസ് വാഷ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ വെറ്റായിട്ടുള്ള ഫേസിൽ ഇതിന് കുറച്ച് എമൗണ്ട് എടുത്ത് നമ്മുടെ സ്കിന്നിൽ നിന്ന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് അപ്വേർഡ് സർക്കുലർ മോഷനിൽ നല്ലോണം മസാജ് ചെയ്യുക. ശേഷം റിൻസ് ഔട്ട് ചെയ്യുക, വാട്ടർ ഉപയോഗിച്ച് വാഷ് ഓഫ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഹിമാലയ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും അതുപോലെ തന്നെ ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. കൂടാതെ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ഇപ്പൊ തന്നെ പോയി ഗ്രേറ്റ് ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്യാം. നമ്മൾ നേരെ മുടി വെട്ടാൻ വേണ്ടി പോവുകയാണേ. 2 ദിവസം കൊണ്ട് ഇന്നലെ പറഞ്ഞില്ലേ മുടി വെട്ടണോ എന്ന് ഇങ്ങനെ ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നു. എന്തായാലും വെട്ടാന്ന് വിചാരിച്ചു. എന്തുകൊണ്ട്, സുഖമാണോ? ചേട്ടനടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നമ്മള് പാറൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചേട്ടനെ പൊടിയൊക്കെ തന്നാൽ മതി. ചേട്ടൻ്റെ മുടി കൊള്ളാം കേട്ടോ, വളരെ രസമുണ്ട്. തുടങ്ങാം, സ്റ്റാർട്ട്. അപ്പോൾ ഞാൻ മുടിയൊക്കെ വെട്ടിയിട്ട് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. കണ്ടോ എൻ്റെ ഈ കണ്ണാടി അഴുക്കാണ്. സത്യത്തിൽ എനിക്ക് മുടി വളർത്താൻ താല്പര്യമേ ഇല്ല. പക്ഷെ എവള് പറഞ്ഞു എനിക്ക് പറ്റയടിക്കണം, പണ്ടത്തെ പോലെ ആക്കണമായിരുന്നു. പക്ഷെ പിന്നെ എവള് പറഞ്ഞു മുടി വളർത്തുന്നു. അപ്പം എനിക്ക് ഈ സൈഡിൽ 2 ഇങ്ങനെ ബൾക്കായിട്ട് മുടി വളർന്ന ആ ഏതാണ്ട് ഫോട്ടോ കാണുന്ന കണക്ക് അതേ ഹെയർ സ്റ്റൈൽ വരും. അപ്പോൾ എന്തായാലും കുറച്ച് ജോലികളുണ്ട്. ഇത് കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റ് പാക്ക് ചെയ്യാം. മൃദുലത്തെ ഇവിടെ തൂക്കുവാണ്. നമുക്കൊരു റോബോട്ട് വാങ്ങാം അല്ലേ? റോബോട്ട് അത്യാവശ്യമാണ്. അപ്പൊ നീയാണ് ഇവിടുത്തെ റോബോട്ട്. 2 മണിക്കൂർ അയ്യോ ചേട്ടാ, വലിയ ഹാള്. നമുക്ക് ഈ വീട് മതി കേട്ടോ, സൂപ്പർ, ഓടി നടക്കാം. ഉണ്ട്, വൃത്തിയാക്കാൻ പാടാ. മേലോട്ടൊക്കെ കേറാറുണ്ടോ? പക്ഷെ മേല് നമ്മൾ ആരും കേറാത്തോണ്ട് വലിയ ചവറും കാര്യങ്ങളൊന്നും ഇല്ല. കേസ് സെറ്റായില്ലേ, മുടി ഷേപ്പായി, ലെവലായി. ഈ ലെവൽ എന്ന് ഇങ്ങനെ നിന്നാ മതി. പക്ഷെ 2 ദിവസം കഴിയുമ്പോൾ ഇത് കോണാ കിടക്കും. നാളെ പനി കുറയോ നമ്മുടെ മുംബൈ പോകുമ്പോഴെങ്കിലും? പനിയില്ല, ചുമയുള്ളൂ. നമുക്ക് അതാണ് ഒരു മൂഡൗട്ട്. യാത്ര പോകുന്ന ഹാപ്പിയാണ്, പക്ഷെ അമ്പൂട്ടന് ചുമയുള്ളത് കൊണ്ട് അവ ആദ്യമായിട്ടില്ല ഇങ്ങനെ ചുമ കാണുമ്പോ സഹിക്കുന്നില്ല. ചിലപ്പോ എനിക്കും ചുമയുണ്ട് അറിയാം, കണ്ണ് നിറയും ചുമ. അമ്പുവേ ട്രിപ്പ് മൂഡ്. അമ്പു
കണ്ടാ പറയാൻ ഒരു കുഴപ്പമില്ലെന്നേ. ചില സമയം ആക്റ്റീവ് ആയിരിക്കും, ചില സമയം ആണെങ്കിൽ നിർബന്ധ കരച്ചിലായിരിക്കും. അമ്പു നമുക്ക് ഒരു കുഴപ്പമില്ല, നമ്മൾ നാളെ അടിച്ചു പൊളിക്കും. നാളെ അടിപൊളി ദിവസമാണ് അമ്പു. വേവ് പോലെ വിളയാട് വാങ്ങ്. ആക്റ്റീവാ ഇനിയിപ്പോ ഉറക്കത്തില്ല. നീ പാട് പാട്. ഫോൺ തന്നെ പിടിച്ചിട്ട് മോന്തക്കിട്ട് രാത്രി അൽഫാമടി അല്ല ഗൈസ്, അമ്പൂട്ടന്റെ സ്നഗ് എത്തിക്കാണ് എന്നത്തെ പോലെ. കാരണം നമ്മള് വെച്ചിട്ട് പോകാൻ പറ്റത്തില്ല, അപ്പൊ കുറച്ചേ ഉള്ളൂ, അതും കൂടി കത്തിച്ച് തീർത്തിട്ട് പോകാന്ന് വിചാരിച്ചു. അയ്യോ എടി, തേനീച്ചയാണ് കടന്തനാണ് അമൃതയില് ഇത്. എടി ഇത് തേനീച്ച അല്ലടി, എടി ഇത് കടന്തലാട്ടോ. ഇത് എവിടുന്ന് വന്ന് ഭയങ്കര സ്പീഡിൽ കത്തുന്നു. ഇത് എവിടുന്ന് വന്നാണ് ഈ കടന്തല്? ഇനി വേണം പാക്ക് ചെയ്യാൻ വേണ്ടിട്ട്. നിന്റെ ഇല്ല കേട്ടോ. ഓക്കെ, നിങ്ങൾ ചോദിക്കും ഇത്രയും ഡ്രസ് ഇത് ബാഗിലാക്കുമ്പോൾ കുറച്ചേ കാണത്തുള്ളൂ. പിന്നെ നമ്മൾ എത്ര ദിവസം ട്രിപ്പ് ഒന്ന് കറക്റ്റ് പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്തായാലും ഓണത്തിന് മുമ്പ് വരും. ഓണത്തിന് മുമ്പ് എന്തായാലും പാതിക്ക് മുമ്പ് വരും. അപ്പൊ അതാണ് പ്ലാൻ. അപ്പൊ എന്തായാലും അമ്പൂട്ടനെ നടുക്കോട്ട് ഇരുത്തിയിട്ടുണ്ട് പോപ്പീസിലെ. ഇത് നമ്മൾ ഇന്നൊരു സബ്സ്ക്രൈബർ കാണാൻ വന്നതാണ് കേട്ടോ. കാണാൻ വന്നതെന്ന് വെച്ചാൽ ഇവിടെ വേറൊരു ആവശ്യത്തിന് വന്നപ്പോ അമ്പൂട്ടനെ കയറി കണ്ടപ്പോ അവന് കയറി കൊടുത്തതാ കുറച്ച് ഡ്രസ്സ്. അങ്ങനെ കാണാൻ വന്നേ. അങ്ങനെ അവര് നമ്മൾ ബോംബെ പോവാൻ ഡ്രസ്സ് എടുത്തായിരുന്നു, ആൾറെഡി നമ്മൾ പോയി എടുത്തായിരുന്നു. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ബോണസ് പോയിന്റ് കുറച്ചും കൂടി ഡ്രസ്സ് കിട്ടി. അപ്പൊ അത് കളിച്ചോണ്ടിരിക്കും. അമ്പു ടാങ്ക്സ് പറ ആണ്ടി എടുത്ത്. കുറച്ചുകൂടി ആവുമ്പോ പറയേ, പറയാറായില്ല. അതാ വരുക. ജീൻസ് എനിക്ക് 1 2 3 പുതിയ ക്യാപ്പ്, മങ്കി ക്യാപ്പ്. എന്റേത് മാത്രം എല്ലാരെയും കാണിച്ചില്ലേ? അമ്മക്ക് പോവാൻ സമയത്ത് അമ്മ എല്ലാം പാക്ക് ചെയ്തോ? എന്ത് തുമ്മലാണോ അമ്പു? എല്ലാവർക്കും വയ്യ, ഇന്ന് എനിക്ക് മാത്രമേ ഉള്ളൂ ഉച്ചയാവുന്നുള്ളത്. അച്ഛൻ്റെ അടുത്ത് പറയാൻ പോയതാ. ചെയ്യുന്നുണ്ടില്ലേ? അടിപൊളി സ്റ്റൈലാ. തിരിച്ചു വയ്ക്കാം, തിരിച്ചു കുറച്ചും കൂടി അവര് പിടിച്ചു വലിക്കാൻ എളുപ്പമുണ്ട്. നോക്ക്, അവൻ നോക്കി നോട്ടം കേട്ടോ. ശരിയാക്കി തരാ. അവന് പേടിയാണ്, ആള് മനസ്സിലായില്ല. ഇപ്പൊ ആളെ മനസ്സിലായി. ഒരു ഡ്രസ്സേ കാണിക്കുന്നത് മൃദുലയുടെ സെലക്ഷനാ. അത് മൃദുലയുടെ സെലക്ഷൻ. എന്താ അത് താത്ത് വെച്ചത്? ഇടുമ്പോ വൈറ്റ് പാന്റിന്റെ കൂടി ഇതിടണം, അടിപൊളിയാ. ഇത് ഇട്ടോണ്ട് കഴക്കൂട്ടത്ത് പിങ്ക് പോലീസ് എന്തിന്? വെറുതെ പൊക്കത്തില്ല, പൂവാല തരം കാണിച്ചാലേ പൊക്കത്തില്ല. ഇത് പുതിയ ആൾറെഡി പൊട്ടിച്ചല്ലേ? ഉപയോഗിച്ചില്ല. എനിക്ക് ഏത് വെട്ടി തരുന്നേ? കറുപ്പ്. എനിക്ക് ഓക്കെ, നിങ്ങൾക്ക് ബ്ലൂ, എനിക്ക് ബ്ലാക്ക് ആൻഡ് റെഡ്. അപ്പൊ എന്റെ ഫിക്സ് ചെയ്ത് എല്ലാം പറക്കി വെക്കൂ വേഗം. എന്റെ പുഷ്പ ഷർട്ട് വെച്ചോ. ആ അപ്പോ എന്റെ സാധനങ്ങൾ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അമ്പൂട്ടന്റെ മൃദുലയുടെ. എടി ഇതിനെക്കാട്ടി വലുതാണോ അത്? പക്ഷെ ഈ സാധനം കൊള്ളാം കേട്ടോ, നല്ല ക്വാളിറ്റി സാധനമാണ്. നമുക്ക് ഒരു വേറൊരു ഐറ്റം ഉണ്ടായിരുന്നു, നമ്മുടെ പ്രഗ്നൻസി എല്ലാം പോയ ഉണ്ടോ? ഇവിടെ നല്ല ക്ലോത്ത് അടി, അടിപൊളി സോഫ്റ്റ് കേട്ടോ. പുതിയ ചുരിദാറൊക്കെ കവർ ചെയ്ത് കിലുങ്ങുന്നല്ലേ. പുതിയ ഐറ്റംസ് ഒക്കെ കുറെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. മൃദുല ഇന്ന് ലാസ്റ്റ് ഷോപ്പിങ്ങിന് ഇന്നേ അവർ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഇന്നാ ഏട്ടാ ഞാൻ മനസ്സറിഞ്ഞ് എനിക്ക് സന്തോഷത്തോടെ ഷോപ്പ് ചെയ്യുന്നതെന്ന്. അപ്പൊ ഞാൻ നീണ്ട ഇത്ര നാളും
അല്ല ഇത്രയും നാളും ഫീഡിങ് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പഴയ പോലെ ഡ്രസ്സൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഈ വട്ടം ഞാൻ ഭയങ്കര സന്തോഷത്തോട് തിരിച്ച മുഖത്തോടു കൂടി ഇറങ്ങി. അപ്പോൾ നമ്മളെ പാക്കിങ് ആൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇതേ പെട്ടികളായി പുറത്തോട്ടെടുത്ത് വെച്ച് അമ്പൂട്ടൻ നല്ല ഉറക്കമായിട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ടൈമൊന്നും നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടുന്നില്ലല്ലേ. 5 മണിയായി. നമ്മൾ എന്താ രാവിലെ തൊട്ട് എന്നാൽ റെസ്റ്റും ഇല്ല. രാവിലെ തൊട്ട് എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു പേരൻ്റ് ആയി കഴിഞ്ഞുണ്ടല്ലോ, സീരിയസ് ആയിട്ട് പറയണം, നമുക്ക് പിന്നെ വേറെ ഹെൽപ്പേഴ്സ് കൊണ്ട് അല്ലെങ്കിൽ വേറെ ആൾക്കാരെ കൊണ്ട് നോക്കാനെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര അങ്ങനെ ബുദ്ധിമുട്ടായിട്ടല്ല പറയുന്നത്, പക്ഷെ നമ്മളെ കാര്യങ്ങൾക്ക് ഒന്നിനും ഒരു സമയവും കിട്ടത്തില്ല. അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അറിയുമോ. എന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നമ്മളിങ്ങനെ ഓർത്ത് നോക്കുമ്പോൾ അയ്യോ ഒന്നും ചെയ്തില്ല എന്ന് തോന്നും. എന്നാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ജോലി നോക്കണം, എല്ലാ കാര്യങ്ങളും നോക്കണം, വീഡിയോ ഷൂട്ട് ചെയ്യുന്നു, എഡിറ്റിങ്, ഓരോരോ കാര്യങ്ങൾ, പിന്നെ ഇതിൻ്റെ കൂടെ ഓരോ യാത്രകളും നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോക്കും. ഇന്നത്തെ ദിവസം ഒന്നും ഇരുന്നിട്ടില്ല ഒരു 10 മിനിറ്റ്. നമ്മളിപ്പോഴും പതുക്കെ കാര്യം പറയുന്നത് അമ്പോട്ട് ഉണരുന്നതാണ് കേട്ടോ. നമ്മുടെ കാര്യങ്ങൾക്ക് ഒന്നിനും നമ്മളൊരു സ്റ്റേജ് വരെ, നമ്മുടെ കുഞ്ഞ് വളർന്ന് ഒരു സ്റ്റേജ് ആവുന്നത് വരെ നമ്മുടെ കാര്യങ്ങൾക്ക് ഒന്നിനും തന്നെ ഒരു സമയം കിട്ടാറില്ല. കുഞ്ഞുങ്ങൾക്ക് വയ്യെങ്കിൽ പിന്നെ പറയണ്ട, അത് സത്യം. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇത്ര ബുദ്ധിമുട്ട്. അവന് അമ്പോട്ടിന് വയ്യാത്തോണ്ട്, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പം നമ്മളിത് കുറച്ച് ഇതാണ് അവിടെ കിട്ടാത്ത സാധനം. നമ്മൾ ചിപ്സ് വാങ്ങിച്ചു, ഭയങ്കര വിലയാണ്. ചിപ്സ് വാങ്ങിച്ച്, പിന്നെ ചക്കവറ്റില് ഹൽവ, ഗോതമ്പ് ഹൽവയുണ്ട്, അരി ഹൽവ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചാനലിൽ അങ്ങോട്ട് വരുന്ന കുറേ വീഡിയോസ് ബ്ലോഗായിരിക്കും. അപ്പോൾ ചലഞ്ചസ് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ബ്ലോഗ് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം നമുക്കിപ്പം ചലഞ്ച് ഇപ്പം ചെയ്യുമ്പം ഓൾമോസ്റ്റ് നമ്മൾ എന്താ പറയുക, കുറേ ചലഞ്ചുകൾ നമ്മൾ ചെയ്ത് എന്തെങ്കിലും പുതിയത് കുറച്ച് നല്ല ചാലഞ്ചിങ് ആയിട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം അതിന് കുറച്ച് നമ്മൾ ചെയ്യാത്തതിൻ്റെ പേരും റീസണായിട്ട് പറയുമല്ല, കുറച്ച് അങ്ങനത്തെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കുറച്ച് നല്ല ചാലഞ്ചിങ് ആയിട്ടുള്ള, നമ്മളന്ന് ബസ്സിൻ്റെ ഒക്കെ ചെയ്തതുപോലെ കുറച്ചും കൂടി അഡ്വഞ്ചറായിട്ട് നല്ല ചാലഞ്ചിങ് ആയിട്ടുള്ളതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്പം ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ അമ്പൂട്ടിനും കൂടി ഉള്ളതുകൊണ്ട് അമ്മയെ ഏൽപ്പിക്കാനായിട്ട് അമ്പൂട്ടം ഇച്ചിരി കൂടി ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ നല്ല അടിപൊളി ചലഞ്ചസ് ചെയ്യും. അപ്പം ഈ ചലഞ്ചാണോ അതോ ഡെയിലി വ്ളോഗാണോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മൾ ഓഡിയൻസ് എന്ന് നമുക്കൊന്ന് അറിഞ്ഞേ കൊള്ളാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചലഞ്ചാണോ അതോ നമ്മുടെ ഡെയിലി വ്ളോഗ്, നമ്മൾ ഡെയിലി ഇങ്ങനത്തുള്ള അപ്ഡേറ്റ്സ് ഡെയിലി വ്ളോഗാണോ ഇഷ്ടമെന്ന് നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ഫ്യൂച്ചർ വീഡിയോസ് ഇടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഏതാണ് ഇടേണ്ടത്. ഇവർ ഈ മുംബൈ വരെ പോകുന്നത് എന്തോ ഇത്രയും ബിൽഡപ്പ് എന്ന്. അതുപോലെ നമ്മൾ അവിടെ സത്യം പറഞ്ഞ് ബിച്ചുകൊണ്ടിനോട് കുറേ സാധനങ്ങളും കൂടി കൊണ്ടാ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേയൊക്കെ ബിച്ചുകൊണ്ട് അമ്മ തന്നു വിട്ടതും പിന്നെ നമ്മൾ വാങ്ങിച്ചത് എല്ലാം കൂടി ഉണ്ട്. അപ്പോൾ അവരവിടെ സെറ്റിൽഡാണല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിലെ സാധനങ്ങളൊക്കെ അവർ വർഷത്തിൽ അല്ലെങ്കിൽ അങ്ങനെയല്ല, അവർ ഓണത്തിന് വരും, അങ്ങനെ എന്തെങ്കിലും വിശേഷം ഉള്ളപ്പോഴേ വരത്തുള്ളൂ. അപ്പം അവർക്ക് എന്തായാലും അച്ചാർ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അപ്പം അതുകൊണ്ടുകൂടി നമ്മൾ ഇത്രയും സാധനം കൊണ്ടുപോകണം. കുരുമുളക്. അപ്പോൾ ഗൈസ് നമ്മളെ എല്ലാം പാക്ക് ചെയ്യട്ടെ, കഴിഞ്ഞു, ഇതും കൂടിയേ ഉള്ളൂ. എല്ലാം ഒതുക്കി അങ്ങനെ രാവിലെ തുടങ്ങി പാക്ക് ചെയ്യാം അത് ചെയ്യാന്ന് പറഞ്ഞ് സമയം ചെയ്ത് വന്നപ്പോൾ എത്ര മണിയാകുമ്പോഴേ 4:30. 4:30. ഓ ഗോഡ്. അപ്പോൾ ഇനി ഇത് പാക്ക് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങാൻ ടൈമില്ല. എന്തായാലും നമുക്ക് 10 മണിക്ക് മുമ്പ് എണീക്കണം, ഒരു 8 മണിക്ക് ആകുമ്പോൾ എണീക്കണം. അപ്പം നാളെ ഒരുപാട് വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ഓർഡർ എടുക്കുന്നില്ല, അമ്പോട്ട് നല്ല ഉറക്കമാണ്. So tired guys and love you. See you tomorrow.